ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയം സൂക്ഷിച്ചിരിക്കുന്ന കേന്ദ്രങ്ങൾ പിടിച്ചെടുക്കുമെന്ന് സൂചന നൽകി ഡൊണാൾഡ് ട്രംപ്. ഇറാനിലെ പിക്കാസ് മൗണ്ടൻ ആണവ കേന്ദ്രം ആക്രമിക്കുമെന്നും ട്രംപ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഹോർമോസിലെ ഇറാന്റെ തുറമുഖങ്ങളിൽ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ഇറാന്റെ അനുവാദമില്ലെങ്കിലും ഹോർമോസ് തുറക്കുമെന്നും ചരക്കു കപ്പലുകൾക്ക് ചുങ്കം ഏർപ്പെടുത്തുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, നമുക്കറിയാം ഈ പശ്ചിമേഷ്യ വീണ്ടും അശാന്തമായി തുടരുകയാണ്. ഈ ഹോർമൂസിലൂടെ കടന്നു പോകുന്ന ചരക്ക് കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തുന്ന പ്രകോപനം, അതെല്ലാം നമുക്ക് അറിവുള്ള കാര്യമാണ്. ഈ ഒരു സാഹചര്യം സംഘർഷത്തെ കൂടുതൽ കലുഷിതമാക്കുന്നുണ്ട്, സാഹചര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു സമാധാന ശ്രമം ഏതെങ്കിലും കോണുകളിൽ നിന്ന് നടക്കുന്നുണ്ടോ ഐസൺ? ഈ സമാധാന ശ്രമം ചില കോണുകളിൽ നിന്ന് നടക്കുന്നുണ്ട്. അതിനുള്ള സാധ്യതകൾ തുറന്നു കിടക്കുന്നു എന്ന് തന്നെയാണ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് അനൌദ്യോഗികമായെങ്കിലും വരുന്ന റിപ്പോർട്ടുകൾ. അത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിന് പല ഘടകങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം, ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനെതിരെ നടക്കുന്ന ഏത് US സെൻട്രൽ ഗവൺമെന്റിന്റെ ആക്രമണത്തെയും തിരിച്ചടിക്കുന്നത് മറ്റു പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള അമേരിക്കയുടെ സൈനിക സംവിധാനങ്ങളെ ലക്ഷ്യമിട്ടാണ്. സ്വാഭാവികമായും അത് വലിയ രീതിയിലുള്ള ആഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു പശ്ചാത്തലം പശ്ചിമേഷ്യയിൽ തന്നെ സൃഷ്ടിക്കുന്നു. അമേരിക്കയുടെ തന്നെ സൗഹൃദ രാജ്യങ്ങളുമായുള്ള ബന്ധം തകരാനുള്ള ഒരു സാധ്യതയിലേക്ക് അത് വളരുന്നു എന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ ഒരു നടപടി, അല്ലെങ്കിൽ ഇത്തരം ഒരു നീക്കം, അതായത് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുമ്പോൾ ശക്തമായ തിരിച്ചടി നൽകുക, അതുപോലെ തന്നെ സമാധാന ധാരണയ്ക്കുള്ള സാധ്യത തുറന്നിടുക എന്നൊരു നീക്കം ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത്. സ്വാഭാവികമായും അത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ കൂടി നിലവിലെ സാഹചര്യത്തിൽ നേരത്തെ ശില്പ സൂചിപ്പിച്ചതുപോലെ പിക്കാക്സ് മൗണ്ടന്റെ കൈവശപ്പെടുത്തുന്ന, അതായത് നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുമെന്ന് ട്രംപ് ഔദ്യോഗികമായി തന്നെ അറിയിച്ചു. അദ്ദേഹം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ആ പർവ്വതനിരയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാകുന്നത് നേരത്തെ നമുക്കറിയാവുന്നതാണ്, നെറ്റൻസ് ആണവ കേന്ദ്രത്തിന് തൊട്ടടുത്തുള്ള ഈ പർവ്വതത്തിന് കീഴിലുള്ള വലിയ ബങ്കറുകളിലാണ് സമ്പുഷ്ടീകരിച്ച യുറേനിയം സൂക്ഷിച്ചിരിക്കുന്നത്. ഈ യുറേനിയം എല്ലാം തന്നെ അമേരിക്കയിൽ കൊണ്ടുവന്ന് നശിപ്പിക്കുമെന്നാണ് ട്രംപ് അറിയിച്ചിരുന്നത്. അതേ നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് യുറേനിയം ഉള്ള ഈ മലകൾ പിടിച്ചെടുക്കുമെന്ന് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ പിടിച്ചെടുക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ആ പ്രദേശത്ത് നിന്നും മാറ്റി അമേരിക്കയിൽ കൊണ്ടുവന്ന് നശിപ്പിക്കാനാകുമെന്ന ഒരു പ്രതീക്ഷയും നിലനിൽക്കുന്നുണ്ട്. ആണവ നിരായുധീകരണം തന്നെയാണ് പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നതെങ്കിലും ഇറാന്റെ ഈ അതിക്രമ സ്വഭാവത്തെ നിയന്ത്രിക്കുന്നതിനെ ആണവശക്തി അല്ലാതാക്കേണ്ടത് അനിവാര്യമായ ഒരു സാധ്യതയുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കടുത്ത നടപടിയിലേക്ക് നീങ്ങുന്നതെന്നാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന സൂചന. മറ്റൊരു നിർണായക ഘടകം എടുത്തു പറയേണ്ടത്, ഇന്നലെ ഹോർമൂസ് തുറക്കും, അത് ഇറാന്റെ അനുമതി ഉണ്ടായാലും ഇല്ലെങ്കിലും ഹോർമൂസ് തുറക്കുമെന്നൊരു നിലപാട് ട്രംപ് അറിയിച്ചിരുന്നു. അത്തരത്തിൽ ഹോർമൂസ് തുറക്കാനുള്ള ഒരു നീക്കം കൃത്യമായി നടത്തിയ ഒരു സാഹചര്യത്തിൽ, ഹോർമൂസ് തുറക്കുക തന്നെ ചെയ്യാനുള്ള ഒരു നീക്കം നടത്തിയ സാഹചര്യത്തിൽ സുരക്ഷ ഒരുക്കുന്നതിന് ഹോർമൂസിലൂടെ കടന്നു പോകുന്ന ഇറാന്റേതല്ലാത്ത എല്ലാ കപ്പലുകൾക്കും 20% അധിക ചുങ്കം ഏർപ്പെടുത്താനുള്ള നീക്കം, അതായത് ആ കപ്പലിലെ ചരക്കിന്റെ 20% മൂല്യമുള്ള ചുങ്കം ഏർപ്പെടുത്താനുള്ള ഒരു നീക്കം കൂടി ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. വ്യക്തമാണ് ഐസൺ. എന്തായാലും ഈ ഹോർമുസ് തുറക്കും, അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷേ ചുങ്കം ഏർപ്പെടുത്തും എന്നുള്ളതാണ് അമേരിക്ക എടുക്കുന്ന നിലപാട്. ഒപ്പം തന്നെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായി പോകുമ്പോൾ അത് ഇരു രാജ്യങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല അല്ലേ ശില്പ? കാരണം പശ്ചിമേഷ്യയെ ഒന്നടങ്കം മറ്റ് രാജ്യങ്ങൾ, എന്തിനേറെ പറയുന്നു ഭാരതത്തെ പോലും അത് പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം യുദ്ധം ഒരിക്കലും നല്ലത് വരുത്തില്ല. എപ്പോഴും ഇരു കക്ഷികൾക്കും അത് നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധിക്കുന്നത്.